എല്ലാവർക്കും നമസ്കാരം. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം റഷ്യയോട് ചേർത്ത രാജ്യങ്ങളാണ് എസ്തോണിയ, ലാത്വിയ, ലിത്വാനിയ, ബെലാറസ്, ഉക്രൈൻ, ഹംഗറി, ചെക്കസ്ലോവാക്യ, സെർബിയ, ജർമ്മനിയുടെ പകുതി, പോളണ്ട്. എന്നിട്ട് എന്നാ കാണിച്ച് ഈ റഷ്യ എന്നുള്ള പേര് മാറ്റി അതിനെ സോവിയറ്റ് യൂണിയൻ എന്നാക്കി. അത് അതിൻ്റെ ഏറ്റവും പ്രതാപകാലമാണ്. സോവിയറ്റ്, അതായത് യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്നാക്കി അങ്ങ് മാറ്റി, USSR എന്നാക്കി. അതിനുശേഷം ഈ കൊറിയൻ യുദ്ധത്തിൽ കൊറിയ രണ്ടായിട്ട് അങ്ങ് പിളർത്തി. ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും എന്നായി. ദക്ഷിണ കൊറിയ അന്ന് തന്നെ ഈ പിളർന്ന കാലത്ത് തന്നെ അവിടുത്തെ കമ്മ്യൂണിസം അങ്ങ് നിരോധിച്ചു. സോവിയറ്റ് യൂണിയൻ ഏറ്റവും പ്രതാപം ഉണ്ടായിരുന്ന കാലത്തെ ഒരു മാസികയുടെ പേരായിരുന്നു, സോവിയറ്റ് യൂണിയൻ തന്നെയായിരുന്നു ആ മാസികയുടെ പേര്. അത് ഒരുവിധം പ്രായമുള്ളവർ, ഒരു 50 വയസ്സൊക്കെ ഉള്ളവർ ഓർക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ സോവിയറ്റ് യൂണിയൻ്റെ മാസികയായിരുന്നു അന്നത്തെ സ്റ്റാൻഡേർഡ് മാസിക. അന്നത്തെ പിള്ളേരെല്ലാം പുസ്തകം പൊതിയാൻ എടുത്തുകൊണ്ടിരുന്നത്, ബ്രൗൺ പേപ്പറിന് പകരം പുസ്തകം പൊതിയാൻ എടുത്തുകൊണ്ടിരുന്നത് സോവിയറ്റ് യൂണിയനാണ്. ഒരുവിധം സാമ്പത്തികം ഉള്ളവരുടെ വീട്ടിലെല്ലാം ഈ മാസിക വരുന്നുണ്ടായിരുന്നു. ഇത് ലോകം മുഴുവൻ അച്ചടിച്ച്, മലയാളത്തിൽ തിരുവനന്തപുരത്തൊക്കെ അച്ചടിക്കുന്നുണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ഹൈ ക്വാളിറ്റി പേപ്പർ, ഹൈ ക്വാളിറ്റി പ്രിൻറ്റിങ്, ഹൈ ക്വാളിറ്റി പിക്ചറുകൾ, പടങ്ങൾ, ഇതെല്ലാം വെച്ച് ഇങ്ങനെ അടിച്ച് കയറ്റിക്കൊണ്ടിരുന്നു. എന്തിനാണെന്നറിയാമോ? ഈ സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന രാജ്യം സ്വർഗമാണെന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇറക്കിയ ഒരു മാസിക ഇത്, സോവിയറ്റ് യൂണിയൻ. അല്ല, ഈ പഴയ ചരിത്രങ്ങൾ അറിയാവുന്നവർക്കൊക്കെ അറിയാം. ഇത് ഇപ്പോൾ ആ മാസികയില്ല, ഭയങ്കര സ്റ്റാൻഡേർഡിൽ വന്നുകൊണ്ടിരുന്ന ഒരു മാസിക. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ പ്രസംഗങ്ങൾ, ഫ്രീ റേഷൻ, ഫ്രീ വോഡ്ക, എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും ജോലി, സുരക്ഷിതം, അങ്ങനെ ഈ മാസികയിൽ കൂടെ പറഞ്ഞുകൊണ്ടിരുന്നത് USSRൽ, സോവിയറ്റ് യൂണിയനിൽ എല്ലാം ചക്കരയടയാന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഈ സോവിയറ്റ് യൂണിയൻ ഇതുപോലെ വലിയ സംവിധാനമാണെന്ന് ലോകം മുഴുവനുള്ള സഖാക്കന്മാർ, ഈ കമ്മ്യൂണിസം അന്ന് കുറച്ചുകൂടെയൊക്കെ ഉണ്ടായിരുന്നു, ഇന്നത്തെ പോലെ അവിടെ ഇവിടെയും ഈ സെക്കൻഡ് ഷോയ്ക്ക് ആളിരിക്കുന്ന പോലെ അവിടെ ഇവിടെയൊന്നുമല്ല. എന്നാൽ അന്ന് ഉണ്ടായിരുന്ന കാലത്ത് എല്ലായിടത്തെയും പ്രസംഗം ഇതാ, ഫ്രീ റേഷൻ കൊടുക്കും, ഫ്രീ വോഡ്ക കൊടുക്കും, ഭക്ഷണം, ജോലി, സൗകര്യം എല്ലാം ഫ്രീ ആണ്, ഭയങ്കര സംവിധാനമാണെന്നൊക്കെ പറഞ്ഞൊരു ഒരു ഉഗാണ്ടൻ ആശയം ലോകം മുഴുവൻ പ്രചരിച്ചു. എന്നാൽ ഈ സോവിയറ്റ് യൂണിയന് ചൈന പോലെയും ഉത്തര കൊറിയ പോലെയും ഒരു ഇരുണ്ട മോഹം ഉണ്ടെന്നും കൂടെ ഒരു യാഥാർത്ഥ്യം ഉണ്ടായിരുന്നു. അത് മറച്ചു വെച്ചു. സ്റ്റാലിൻ 4 കോടി ആളുകളെ കൊന്നു തീർത്തു എന്നാണ് പറയുന്നത്. 50 ലക്ഷം ഉക്രൈനികളെ ഉൾപ്പെടെ 4 കോടി ആളുകളെ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ ചെയ്തിട്ടുള്ള മനുഷ്യനെന്ന് വേണമെങ്കിൽ പറയാമെന്നത് ഹിറ്റ്ലറെയാണ്, ജർമ്മനിയുടെ ഹിറ്റ്ലറെ. പക്ഷേ ഹിറ്റ്ലർ പോലും 60 ലക്ഷം ആളുകളെ കൊന്നിട്ടുള്ളൂ. ഈ പറഞ്ഞ പേര് കേട്ട കമ്മ്യൂണിസമുള്ള റഷ്യ 4 കോടി ആളുകളെ കൊന്നു തീർത്തു. അതാണ് അതിൻ്റെ കണക്ക്. എന്നിട്ട് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ എന്നാ കാണിച്ചു? ഈ ഗോർബച്ചോവിൻ്റെ കാലം വന്നപ്പോഴത്തേനും ഈ സംവിധാനം തകർന്ന് പഴയ റഷ്യയായി. പഴയ റഷ്യയായിട്ട് ഇപ്പോൾ എന്നാ ഉള്ളത്? ലക്ഷ്യത്തിലെത്താത്ത കുറേ ലക്ഷ്യത്തിലെത്താത്ത ആയുധങ്ങളും ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ റഷ്യക്കുള്ളത്. സത്യത്തിൽ അതാണ് റഷ്യയുടെ അവസ്ഥ. ഞാനിത് പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ, റഷ്യൻ പ്രസിഡൻറ്റ് ഇപ്പോൾ ഇന്ത്യൻ യുവാക്കളെ വിളിക്കുക, നിങ്ങൾ വരികയാണേ വാ, ഞങ്ങളുടെ നാട്ടിൽ പെണ്ണുങ്ങൾ ചുമ്മാ നടക്കുക എന്ന് പറഞ്ഞാൽ യുവതികൾ ചുമ്മാ നടക്കുക, പുരുഷന്മാരവിടെ ഇല്ല, പുരുഷന്മാരെ എണ്ണത്തിൽ വളരെ കുറഞ്ഞുപോയി, നിങ്ങൾ വന്ന് അവിടെ ജോലിയെടുത്ത് റഷ്യൻ യുവതികളെ വിവാഹം കഴിച്ച് ജീവിക്കുകയാണെങ്കിൽ വിസ പോലും വേണ്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ രാജ്യം എത്രത്തോളം തകർന്നു പോയെന്നറിയാവോ? എന്നുവെച്ചാൽ റഷ്യയിൽ പുരുഷന്മാർ വളരെ കുറവ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഉക്രൈൻ യുദ്ധത്തിൽ 10 ലക്ഷം റഷ്യൻ പുരുഷന്മാർ കൊല്ലപ്പെട്ടു. ഉക്രൈൻ യുദ്ധത്തിൽ 10 ലക്ഷം പുരുഷന്മാർ കൊല്ലപ്പെട്ടു. ഇതൊക്കെ ആണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ അപ്രഖ്യാപിത ധനവാൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഈ റഷ്യൻ പ്രസിഡന്റ് പുടിനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ധനവാൻ ആരാന്ന് ചോദിച്ചാൽ പുടിനാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളസങ്കേതങ്ങളുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ റഷ്യയിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് ഉൽപ്പാദന കേന്ദ്രം ഏതാണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അത് റഷ്യയാണ്. ലോകത്തിലെ വലിയ കൊള്ളത്തലവന്മാർ എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ അത് റഷ്യയാണ്. പിടിച്ചുപറിയും മോഷണവും മയക്കുമരുന്ന് വ്യാപാരവും പിന്നെ വേശ്യാവൃത്തിയും ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റഷ്യയിലാണ്. ജീവിക്കാൻ വേണ്ടി പോലും വേശ്യാവൃത്തി എടുത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ തകർന്ന് തരിപ്പണമായിപ്പോയ ഒരവസ്ഥയായിരുന്നു ഈ കമ്മ്യൂണിസത്തിൻ്റെ ബാക്കിയായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ കണ്ടു, ഈ നേരത്തെ സോവിയറ്റ് യൂണിയനകത്തുണ്ടായിരുന്ന പോളണ്ട് ഈ ഗോർബച്ചോവിൻ്റെ കാലത്ത് സ്വതന്ത്രമായത്, ഇപ്പോൾ അവർ പോളണ്ടിലും കമ്മ്യൂണിസം നിരോധിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത്
ഈ അമേരിക്കയിലോട്ടുള്ള വിസയ്ക്ക് അതിന് അപേക്ഷിക്കുമ്പം ഒരു ടിക്ക് ഫോം എന്ന് പറയുന്നൊരു ഫോമുണ്ട്. ആ ഫോമിൽ നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണോ, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണോ, നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളിൽ വിശ്വസിക്കുന്നവനാണോ എന്ന് ചോദിക്കുന്ന ഒരു കോളം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ ഏജൻറ്റുമാർ അത് ആർക്കും അത് ടിക്ക് ചെയ്യാറില്ല, അത് വെട്ടിക്കളയുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ എങ്ങനെയാണ് സ്ഥിരമായിട്ട് അമേരിക്കയിലേക്ക് പോകുന്നത്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒന്നെങ്കിൽ ഈ നേതാക്കന്മാർ ആ ഫോം ഇവിടെ കമ്മ്യൂണിസ്റ്റ് ആണേലും അങ്ങോട്ട് പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റാന്ന് പറയല. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റാന്ന് പറഞ്ഞാൽ വിസ അടിച്ചു കൊടുക്കില്ല. സജീവ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാന്ന് പറഞ്ഞാലും വിസ അടിച്ചു കൊടുക്കില്ല. അപ്പോൾ സത്യത്തിൽ നമ്മുടെ നേതാവിൻ്റെ ഭാഷയെ പറഞ്ഞാൽ എന്നാ പറയണം? കുലംകുത്തി എന്ന് പറയണം. ഞാനൊരു കുലംകുത്തിയാന്ന് പറഞ്ഞാലേ ഇവിടുന്ന് അമേരിക്കയിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നാട്ടിൽ കമ്മ്യൂണിസ്റ്റും അമേരിക്കയിൽ ചെല്ലുമ്പം കുലംകുത്തി ആയിട്ടുള്ളവനെ നേതാവിൻ്റെ ഭാഷയിൽ തന്നെ പറയുകയാണെങ്കിൽ നികൃഷ്ടജീവി എന്ന് വിളിക്കേണ്ടി വരും. അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റുള്ളൂ? അല്ല ചെയ്യാൻ പറ്റുമോ? ഇനി ഇത് ഇത്രയും ഇങ്ങോട്ട് പറഞ്ഞു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് ലോകം മുഴുവൻ കമ്മ്യൂണിസത്തിൻ്റെ അവസ്ഥയാണ്. ഇതിൻ്റെ ഓരോ രാജ്യങ്ങളും തകർന്ന അവസാനം വന്നുപെട്ടത് ഇന്ത്യയിൽ ഏറ്റവും തെളിവായി നിൽക്കുന്നത് ബംഗാളിലാണ്. ബംഗാളിലെ ജനത്തിൻ്റെ അവസ്ഥ നോക്കിക്കേ. ബംഗാളിലെ പുരുഷന്മാർ നല്ലൊരു ശതമാനവും ഭായിമാരായിട്ട് ലോകം മുഴുവൻ അലയുക. ലോകം മുഴുവൻ പുരുഷന്മാർ അലയുക, സ്ത്രീകളെല്ലാം അവിടെ നിൽക്കുക. ഇന്ന് റഷ്യയുടെ അവസ്ഥ എന്താ? റഷ്യൻ യുവതികൾ അവരുടെ റഷ്യൻ പുരുഷന്മാരെ കിട്ടാനില്ലാഞ്ഞിട്ട് വേറെ രാജ്യങ്ങളിൽ നിന്ന് പുരുഷന്മാരോട് വരാവോ എന്ന് ചോദിക്കുക. എങ്ങനെയുണ്ട് കമ്മ്യൂണിസത്തിൻ്റെ വിജയം? ത്രിപുര ഭരിച്ച് ത്രിപുരയുടെ അവസ്ഥ എന്തായി? ഏറ്റവും ലാസ്റ്റ് ഞാനിത് പറയുന്നത് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. ഞാൻ ഇന്ന് ഒരു വാർത്ത കണ്ടപ്പോൾ അതിനകത്ത് പറയുന്നു, കേരളത്തിൽ 10 ലക്ഷത്തിൽ അടുത്ത് അല്ലെങ്കിൽ 10 ലക്ഷത്തോളം ഡ്രഗ് അഡിക്ട്സ് ഉണ്ട്. മയക്കുമരുന്നിന് അടിമകളായവർ 10 ലക്ഷത്തോളം ഉണ്ട്. ഇതിൽ തന്നെ 1 ലക്ഷത്തോളം പേര് 10 വയസ്സിനും 17 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളാണ്. ഒരു വർഷം, ഈ കഴിഞ്ഞ വർഷം ഈ റിഹാബിലേഷൻ സെൻറ്ററുകളിൽ എന്ന് പറഞ്ഞാൽ ഈ മയക്കുമരുന്ന് വിമുക്ത ചികിത്സാ കേന്ദ്രങ്ങളിൽ ചെന്നുപെട്ടത് 1,40,000 ആളുകളാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം മൂത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ലോകം മുഴുവൻ സംഭവിച്ചത് എടുത്തു വെച്ചിട്ട് നോക്കിയാൽ അത് വളരെ ഭംഗിയായി കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. പോളണ്ട് ഇപ്പോൾ ഇത് നിരോധിച്ചു, ദക്ഷിണ കൊറിയ നേരത്തെ നിരോധിച്ചു, US രാജ്യങ്ങളിലേക്ക് ഇത് ആണെന്ന് പറഞ്ഞാൽ കയറ്റുക പോലുമില്ല. അപ്പോൾ ഈ പോകുന്നവരൊന്നും ആണെന്ന് പറഞ്ഞുകൊണ്ടൊന്നും അല്ല പോകുന്നത്, വേറെ തന്ത്രപരമായിട്ട് അങ്ങ് പോവുക. ഇനി റഷ്യയിലെ അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും മയക്കുമരുന്ന് വ്യാപാരികളുടെയും മയക്കുമരുന്ന് നിർമ്മാതാക്കളുടെയും അവസാനം വേശ്യകളുടെയും എല്ലാം കൂടി ഒരു വല്ലാത്ത കേന്ദ്രമായി മാറിയെങ്കിൽ ഈ കമ്മ്യൂണിസം ഇങ്ങനെ തുടർന്നു പോയാൽ കേരളം അതുപോലെ തന്നെയാകും. കേരളത്തിൽ കട്ടൻ കാപ്പിയും പരിപ്പോടയുടെയും കാലം പോയിട്ട് കോടാനുകോടിയുടെ ആസ്തിയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരിലേക്ക് ഈ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ലോകം മുഴുവൻ ഏറ്റവും വലിയ കൊടും ഭീകരനായിട്ട് ആൾക്കാർ കണ്ടിരിക്കുന്നത് ഒരു കാലത്ത് ഹിറ്റ്ലറാണ്. എന്നാൽ നമ്മൾ ചരിത്രം പഠിച്ചു ചെല്ലുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണം നടക്കുന്നിടത്തെ യഥാർത്ഥ കണക്കുകൾ പുറത്തു വന്നാൽ ലോകത്തിലെ ഏറ്റവും കൊടും ഭീകരർ കമ്മ്യൂണിസ്റ്റുകാരാണ്. സ്റ്റാലിൻ നമുക്ക് ഇന്നുള്ള അറിവനുസരിച്ച് 4 കോടി ആളുകളെ കൊന്നുകുഴിച്ചിട്ടുണ്ട്. ചൈനയിൽ എന്നാ നടക്കുന്നതെന്ന്, ചൈന കമ്മ്യൂണിസമാണെന്ന് പറയുന്നതേ ഉള്ളൂ, പക്ഷേ എന്താ സംവിധാനമെന്ന് അറിയത്തില്ല. അതിന് ഒരു ഇരുമ്പ് മറയുണ്ട്. ആ ഇരുമ്പ് മറയുടെ പുറകിൽ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇതുപോലെ തന്നെ ഉത്തര കൊറിയയുടെ ഇരുമ്പ് മറയ്ക്കുള്ളിൽ കമ്മ്യൂണിസമാണെന്നൊക്കെ പറഞ്ഞാൽ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയില്ല. ക്യൂബയുടെ അകത്തും ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇന്ത്യയിൽ ആകെ ഒരു പ്രതീക്ഷയുള്ളത്, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിൽ മാത്രമേ ഇതുള്ളൂ. ഇന്ത്യ മുഴുവൻ ഇത് ഭരിക്കാത്തത് കൊണ്ട് ഇതുപോലെയുള്ള ഭീകരമായ എണ്ണം കൊലകളിലേക്ക് ഇത് പോകുകയില്ല എന്നുള്ളത് മാത്രമാണ് നമുക്കറിയാവുന്ന ഒരു പ്രത്യേകത. ഏറ്റവും പ്രധാന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു കാരണവശാലും ഇതിങ്ങനെ അങ്ങോട്ട് നീണ്ടുപോയാൽ, ഈ സംവിധാനം ഇങ്ങനെ അങ്ങോട്ട് നീണ്ടുപോയാൽ സംസ്ഥാനത്തിനൊരു പുരോഗതി ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, ഞാനിപ്പോൾ ഈ പറഞ്ഞു വന്നതായ കാര്യങ്ങളെല്ലാം ഇപ്പം തന്നെ ഇവിടെയുണ്ട്. ഇത് അധികമായി വർദ്ധിക്കുകയും അവസാനം വല്ലാത്തൊരവസ്ഥയിലേക്ക്, ഇന്ന് റഷ്യയൊക്കെ ചെന്നുപെട്ട പോലത്തെ ഒരു സാഹചര്യത്തിലേക്ക്
ലക്ഷ്യമില്ലാത്ത മയക്കുമരുന്ന് അടിച്ച കുറേ ആളുകൾ മാത്രമുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിപ്പെടാം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.